സെക്ഷൻ 2 മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗങ്ങൾ 5 steps to identify if VAT is applicable. ഓക്കെ, വാറ്റ് അപ്ലിക്കബിൾ ആകുമോ? ഇപ്പം ഞാനൊരു ബിസിനസ് നടത്തുമ്പോൾ ഞാനൊരു ട്രാൻസാക്ഷൻ, ഞാനൊരു സെയിൽ നടത്തുന്നു, അല്ലെങ്കിൽ ഞാനൊരു സപ്ലൈ നടത്തുന്നു, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴാണ് വാറ്റ് അപ്ലിക്കബിൾ ആകുക, അല്ലെങ്കിൽ ആ സർവീസ് വാറ്റ് അപ്ലിക്കബിലിറ്റി ഉള്ളതാണ്, അല്ലെങ്കിൽ ആ ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ വാറ്റ് അപ്ലിക്കബിലിറ്റി എങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഫസ്റ്റ് പറയുന്നത്. പിന്നെ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്, പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ്, ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്, ഡേറ്റ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ്, ഫ്ലോ ചാർട്ട് ഓഫ് സപ്ലൈസ്. അപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ, കുറെ ടെക്നിക്കൽ ടേംസ് അല്ലെങ്കിൽ ലീഗൽ ടേംസ് ഉപയോഗിച്ചുള്ള ഡിസ്കഷൻ അല്ല, ജസ്റ്റ് അതെങ്ങനെയാണെന്നുള്ള അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് 5 steps ടു ഐഡന്റിഫൈ ഇഫ് വാറ്റ് ഈസ് അപ്ലിക്കബിൾ. ഇപ്പോൾ വാറ്റ് അപ്ലിക്കബിൾ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട 5 steps ഉണ്ട്. ഒന്ന്, നമ്മൾ ചെയ്യുന്നത് ബിസിനസ് ആകണം എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നത് ബിസിനസ് ആകുക എന്ന് പറയുമ്പോൾ നിയമം പറയുന്നത് നമ്മൾ വെറുതെ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഒരു ഫ്രണ്ടിന് വിറ്റാൽ അവിടെ വാറ്റ് അപ്ലിക്കബിൾ ആണെന്നില്ല. നമ്മൾ കൃത്യമായിട്ട് ബിസിനസ് എന്നുള്ള രീതിയിൽ രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു എഫേർട്ടാണ്, ഒരു ഏർപ്പാടാണ് ബിസിനസ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പേഴ്സൺ അയാൾ ചെയ്യുമ്പോൾ അയാൾ രജിസ്ട്രേഷൻ്റെ പരിധിക്കകത്തൊക്കെ വന്നു, നേരത്തെ പറഞ്ഞ രജിസ്ട്രേഷൻ ത്രഷോൾഡൊക്കെ നോക്കി രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അയാളൊരു ഗുഡ്സ് സപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയോ ചെയ്താൽ അതിനെ നമുക്ക് ബിസിനസ് സപ്ലൈ എന്ന് വിളിക്കാം. അല്ലാതെ വെറുതെ നമ്മൾ ഒരു സാധനം എടുത്ത് മറ്റൊരാൾക്ക്, നമ്മുടെ വീട്ടിലുള്ള പഴയ ഒരു സാധനം എടുത്തിട്ട് അപ്പുറത്തുള്ള ഒരാൾക്ക് വിറ്റ് കഴിഞ്ഞാലൊന്നും അവിടെ എന്ത് ചെയ്യില്ല, അത് ബിസിനസ് സപ്ലൈ അല്ല. നമ്മൾ ജസ്റ്റ് വിറ്റു എന്നുള്ളതേ ഉള്ളൂ. അത് ബിസിനസ് സപ്ലൈ അല്ലാത്തത് കൊണ്ട് അവിടെ നമുക്ക് എന്ത് വരുന്നില്ല, ടാക്സ് അപ്ലിക്കബിലിറ്റി ഉണ്ടാകുന്നില്ല. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ടാക്സബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബിസിനസ് തന്നെ, അല്ലെങ്കിൽ അതൊരു ബിസിനസ് സപ്ലൈ ആയിരിക്കണം. അതുപോലെ തന്നെ അതൊരു ടാക്സബിൾ സപ്ലൈയും കൂടി ആയിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി 3 റേറ്റ്, പ്രധാനമായിട്ട് 2 റേറ്റ്. ഒന്ന് സ്റ്റാൻഡേർഡ് റേറ്റ് ആയിട്ട് 5% പിന്നെ 0%. പിന്നെ ഉള്ളത് എക്സംപ്റ്റ് സപ്ലൈ ആണ്. എക്സംപ്റ്റ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാക്സ് നിയമത്തിന്റെ പെർവ്യൂവിൽ വരാത്ത സംഗതിയാണ് എക്സംപ്റ്റ് സപ്ലൈ. അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ 5% ട്രാൻസാക്ഷൻ, അതുപോലെ തന്നെ 0% ട്രാൻസാക്ഷൻ, ഇതിൽ ഏത് ട്രാൻസാക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്, ഇതിനെയാണ് ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത്. എക്സംഷൻ കിട്ടുന്ന ഇടപാടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, അത് നമ്മൾ നേരത്തെ കുറെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരുന്ന കുറച്ച് എക്സാമ്പിൾസ്, അതിൽപ്പെട്ടൊരു എക്സംപ്റ്റ് സപ്ലൈ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതെന്തല്ല, ടാക്സബിൾ സപ്ലൈ അല്ല. അപ്പോൾ ടാക്സബിൾ സപ്ലൈ ആകണമെന്നുണ്ടെങ്കിൽ ഒന്നിക്കിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് ഒന്നുകിൽ 5% ടാക്സ് റേറ്റിൽ വരുന്നതാണ്, അല്ലെങ്കിൽ 0% വരുന്നതാണ്. ഇതിനെയാണ് ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത്. 0% ആയതുകൊണ്ട് ടാക്സ് അടക്കാനൊന്നും പറ്റില്ല, പക്ഷെ അത് ടാക്സബിൾ സപ്ലൈ ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് പ്ലേസ് ഓഫ് സപ്ലൈ. പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട്. നമ്മളിപ്പോൾ UAE വാറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് ദ സപ്ലൈ ഇസ് ഡിറ്റർമൈൻഡ് ആസ് മെയ്ഡ് ഇൻ ദ UAE. ഇപ്പൊ UAE നിന്നാണ് സപ്ലൈ സംഭവിച്ചിരിക്കുന്നത്, ഒരു പ്രൊഡക്റ്റ് വിറ്റിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് UAE സ്ഥലത്ത് നിന്നാണ്, UAE ലാൻഡിൽ നിന്നാണെങ്കിൽ നമുക്ക് പറയാം ഈ പ്ലേസ് ഓഫ് സപ്ലൈ UAE നിന്നാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ വാറ്റ് അപ്ലിക്കബിലിറ്റി വന്നു. ഇനി ഇഫ് ദ സപ്ലൈ ഇസ് ഡിറ്റർമൈൻഡ് ആസ് മെയ്ഡ് ഔട്ട് ഓഫ് ദി UAE പുറത്തിൽ നിന്നാണ് സപ്ലൈ നടക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് എന്തില്ല, ഇപ്പം വേറൊരു രാജ്യത്തു നിന്നാണ് ഇടപാട് നടക്കുന്നത്, UAE ഗവൺമെന്റിനോ അല്ലെങ്കിൽ UAE ഫെഡറൽ ടാക്സ് അതോറിറ്റിക്കോ അത് ശ്രദ്ധിക്കേണ്ട കാര്യമോ, അല്ലെങ്കിൽ അത് അവരുടെ ഒരു നിയമത്തിന്റെയോ അല്ലെങ്കിൽ അവരുടെ ഒരു ടെറിട്ടറിക്ക് അകത്തുനിന്ന് വരാത്തത് കൊണ്ട് തന്നെ അത് പ്ലേസ് ഓഫ് സപ്ലൈ UAE അല്ല. അതുകൊണ്ട് ടാക്സ് അപ്ലിക്കബിൾ ആകില്ല, വാറ്റ് അപ്ലിക്കബിൾ ആകില്ല. അപ്പൊ പ്ലേസ് ഓഫ് സപ്ലൈ എന്ന് പറയുന്ന സംഗതി UAE അതിന്റെ വിശാലമായിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഞാനത് അതിൽ അത്രത്തോളം അങ്ങോട്ട് പോകുന്നില്ല. നമ്മളിപ്പം ഒരു ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രാക്ടിക്കലി നമ്മുടെ കമ്പനി ഒരു പ്രൊഡക്റ്റ് വിറ്റ് കഴിഞ്ഞാൽ ആ വിൽക്കുന്നത് UAE കമ്പനിയാണ്, UAE തന്നെയാണ് വിൽക്കുന്നത്. UAE പുറത്ത് വിറ്റാലും UAE നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് പ്ലേസ് ഓഫ് സപ്ലൈ UAE ആകും. പുറത്തേക്കാണ് വെക്കുന്നെങ്കിൽ അത് എക്സ്പോർട്ട് എന്നുള്ള രീതിയിലേക്കൊക്കെ മാറും. അപ്പോൾ പ്ലേസ് ഓഫ് സപ്ലൈ എന്നുള്ളത് നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. കുറച്ച് ടെക്നിക്കലി കാര്യങ്ങൾ, ലീഗലി കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലും ഞാനത് കൂടുതൽ പറയുന്നില്ല. പ്ലേസ് ഓഫ് സപ്ലൈ UAE മണ്ണിൽ നിന്നുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ ഒരു സപ്ലൈ ടാക്സബിൾ സപ്ലൈ ആകണമെങ്കിൽ നാലാമത് നമുക്ക് അവിടെ ഉണ്ടായിരിക്കേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് സപ്ലൈ. എപ്പോഴാണിത് നടക്കുന്നത്?
അപ്പോൾ നമ്മൾ ഏത് സമയത്താണ് അല്ലെങ്കിൽ ഏത് തീയതിയിലാണ് ഇത് നടക്കുന്നത് അന്ന് മുതലോ അല്ലെങ്കിൽ അവിടുന്ന് അങ്ങോട്ടോ നമുക്ക് എന്ത് ചെയ്യാം, അത് ടാക്സബിൾ വാറ്റ് അപ്ലിക്കബിൾ ആയി എന്ന് പറയാം. അപ്പോൾ ഡേറ്റ് ഓഫ് സപ്ലൈ പ്രധാനപ്പെട്ടതാണ്. നമുക്കിപ്പം സാധാരണഗതിയിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബിസിനസ്സിന് അനുവദിച്ച് തന്നിട്ടുള്ള ഒരു പീരീഡ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ജനുവരി ടു മാർച്ച് എന്ന് പറയുന്ന ഒരു ക്വാർട്ടർലി പീരീഡിലേക്കാണെങ്കിൽ ആ ക്വാർട്ടർലി പീരീഡിൽ നടന്നിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷനും ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ പാലിച്ചിട്ടുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ആ ഒരു പീരീഡിനകത്താണ് അതിന്റെ ഡേറ്റ് ഓഫ് സപ്ലൈ. ചിലപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും, ഒരു കോൺട്രാക്റ്റിലൊക്കെ എത്തിയിട്ടുണ്ടാകും ഒരു ഡീലിങ്സുമായി ബന്ധപ്പെട്ടിട്ട്. പക്ഷെ അതിന്റെ ഡേറ്റ് ഓഫ് സപ്ലൈ തൊട്ട് അടുത്ത പീരീഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത നമുക്കൊരു ഏപ്രിൽ ടു ജൂൺ എന്ന് പറയുന്ന പീരീഡിലാണ് ഇടപാടും ഡിസ്കഷനും ഡീലിങ്സും ഒരു കോൺട്രാക്റ്റിലൊക്കെ എത്തുന്ന രീതിയിലേക്ക് വന്നതെങ്കിലും അത് അതിന്റെ ട്രാൻസാക്ഷൻസ് നടന്നിരിക്കുന്ന തൊട്ടടുത്ത പീരീഡിലാണെങ്കിൽ നമുക്ക് അവിടെ ഡേറ്റ് ഓഫ് സപ്ലൈ ഏപ്രിൽ ടു ജൂൺ എന്ന പീരീഡ് പറയാൻ പറ്റില്ല. തൊട്ടടുത്ത ക്വാർട്ടർലി പീരീഡിലായിരിക്കാം അതിന്റെ ഡേറ്റ് ഓഫ് സപ്ലൈ എന്ന് നിയമപ്രകാരം വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് അങ്ങോട്ടുള്ള പീരീഡിൽ ടാക്സ് അടച്ചാൽ മതി എന്നതാണ് ഡേറ്റ് ഓഫ് സപ്ലൈയുടെ പ്രാധാന്യം. പിന്നെ ഫൈനലി നമ്മൾ വാറ്റ് അപ്ലിക്കബിൾ ആകണമെന്നുണ്ടെങ്കിൽ കൺസിഡറേഷൻ, നമ്മളൊരു പ്രൊഡക്റ്റ് വിറ്റാൽ അതിന് ഒരു പ്രതിഫലം കിട്ടണം, ഒരു വില കിട്ടണം. ഒരു സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ഫീസ് കിട്ടണം. വെറുതെ ഫ്രീ സർവീസ് കൊടുക്കുന്നു, ഫ്രീ ആയിട്ടൊരു പ്രൊഡക്റ്റ് കൊടുക്കുന്നു, സ്വാഭാവികമായിട്ടും എന്തല്ല അവിടെ ഒരു പ്രതിഫലമോ അല്ലെങ്കിൽ നമുക്കൊരു ബെനിഫിറ്റോ കിട്ടാത്തത് കൊണ്ട് തന്നെ അതൊരിക്കലും ടാക്സിബിൾ സപ്ലൈ ആണെന്ന് പറയാൻ പറ്റത്തില്ല. പലപ്പോഴും ട്രേഡിംഗ് ബിസിനസ് ഒക്കെ ചെയ്യുമ്പം സാമ്പിൾ കൊടുക്കുക, പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഫസ്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സാമ്പിളൊക്കെ കൊടുക്കാനുണ്ടാവും. സാമ്പിളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഫ്രീ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ടാക്സബിൾ സപ്ലൈ, ടാക്സ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കൊടുക്കുന്നതെന്നും അറിയാം. പ്ലേസ് ഓഫ് സപ്ലൈ UAE നിന്ന് തന്നെയാണ് കൊടുക്കുന്നത് അറിയാം. നമ്മൾ ഇന്ന പീരീഡിലാണ് ഇത് കൊടുത്തത് നമുക്കറിയാം. പക്ഷെ അതിനൊരു പ്രതിഫലം നമ്മൾ വാങ്ങുന്നില്ല, അക്കൗണ്ട്സിൽ നമ്മളത് അതിനൊരു പൈസ കിട്ടുന്നതായിട്ട് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഫ്രീ ആയിട്ട് കൊടുത്തതാണെങ്കിൽ നമുക്ക് അതിന് ടാക്സ് വരില്ല. ഈ പറഞ്ഞ 5 കണ്ടീഷനും പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, ആ ഒരു ട്രാൻസാക്ഷൻ ടാക്സ് ഈടാക്കപ്പെടുന്ന ട്രാൻസാക്ഷൻ ആണ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ 5 സ്റ്റെപ്സ്, ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന സ്റ്റെപ്സ് ആണ് ഈ 5 സ്റ്റെപ്സ്.